ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു പ്രശസ്തമായ ഗോലു ദേവതാ ക്ഷേത്രമാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ജില്ലയിൽ ഭോവാലിക്ക് സമീപമുള്ള കോരഖൽ ഗ്രാമത്തിലാണ് ഈ പ്രശസ്തമായ ഗോലു ദേവതാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കുമാവൂൺ മേഖലയിലെ ഏറ്റവും വിശുദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ ആരാധിക്കപ്പെടുന്ന ഗോലു ദേവതയെ നീതിയുടെ ദൈവം, അതായത് ഗോഡ് ഓഫ് ജസ്റ്റിസ്, ന്യായ ദേവത എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. പ്രാദേശിക ഐതിഹ്യപ്രകാരം ഗോലു ദേവത നീതിപൂർവം ഭരണം നടത്തിയ ഒരു രാജാവോ രാജകുമാരനോ ആയിരുന്നു. ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ട് നീതി നടപ്പാക്കിയതിനാൽ ഇദ്ദേഹത്തെ പിന്നീട് ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. മറ്റൊരു കഥയിൽ ജന്മസമയത്ത് ഉണ്ടായ ഗൂഢാലോചനകളെ അതിജീവിച്ച് പിന്നീട് സത്യവും നീതിയും സ്ഥാപിച്ച രാജകുമാരനായി ഗോലു ദേവതയെ വിശേഷിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് മണികളാണ്. ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങളോ നീതിക്കായുള്ള അപേക്ഷകളോ കടലാസിലോ ചിലപ്പോൾ സ്റ്റാമ്പ് പേപ്പറിലോ എഴുതി വെച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഫലിച്ചാൽ നന്ദി സൂചകമായി ഒരു മണി സമർപ്പിക്കുന്ന പതിവുണ്ട്. അതിനാലാണ് ക്ഷേത്രമൊട്ടാകെ വിവിധ വലുപ്പത്തിലുള്ള മണികൾ തൂക്കിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൈനിറ്റാളിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററും ഭോവാലിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയായതിനാൽ സഞ്ചാരികളും ഭക്തരും ഒരുപോലെ സന്ദർശിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഒരു ടെമ്പിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗോലുദേവതാ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം. ഈ ഒരു ഐതിഹ്യപ്രകാരം ഞാനും ഇവിടെ ഒരു മണി സമർപ്പിച്ചായിരുന്നു കേട്ടോ. അത് നടന്നാൽ അടുത്ത വരുത്തിന് വേറൊരു മണി കൂടെ സമർപ്പിക്കണം എന്നുള്ളൊരു വിശ്വാസം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഈ ഒരു ഐതിഹ്യം കൂടെ. ഈ ഒരു ടെമ്പിളിന് താഴെയായിട്ട് തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഈ മണി വെക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടുന്ന് ആണ് ഞാൻ ഒരു മണി വാങ്ങിയിട്ട് ചെറിയൊരു മണി അവിടെ കൊണ്ട് കൊടുത്തത് കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിച്ചാൽ വീണ്ടും അവിടെ പോയിട്ട് മണി കെട്ടണം എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചിട്ടുണ്ട്. പക്ഷേ നൈനിറ്റാൾ എനിക്ക് പോവോ ഇനി അറിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ആ ആഗ്രഹം സഫലീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ കേരളത്തിൽ തന്നെ എവിടെയോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അവിടെ പോയിട്ട് മണി കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കൊല്ലത്താണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകത എനിക്ക് വാങ്ങിക്കണം എന്നുള്ളത് കേട്ടോ. ആ ഒരു പ്രത്യേകതയിലേക്കാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രത്യേകത വാങ്ങിച്ചിട്ടേ വരാറുള്ളൂ. അപ്പോൾ ഈ ഒരു മാലയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു മാലയോ അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ആ ഒരു മാല വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്കൊരു മണി കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. വീട്ടിലേക്കും കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഒന്ന് അമ്പലത്തിലും കൊടുത്ത് ഒന്ന് ഞാൻ വീട്ടിലേക്കും എടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൈനിറ്റാളിലെ പുതിയ വിശേഷം.